എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ബേഡനെ തിരഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അലഞ്ഞു തിരികെയാണ്. ബേഡൻ ഒളിവിലാണ്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കേസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിന്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈന്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കും. ഇതാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്ന ഒരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ, ബേഡൻ ഒളിവിലാണ്. ബേഡനെ കുറിച്ച് രണ്ടു തരം ആരോപണങ്ങളാണ്. ഒന്ന് പീഡന ആരോപണമുണ്ട്, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ കൂടി നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ബേഡൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ, ആ ഒരു റാപ്പറെ, ആ ഒരു പാട്ടുകാരനെ ഇടതുപക്ഷക്കാരും ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരും സമ്മാനം കൊടുത്തുകൊണ്ട് തന്നെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുനടക്കുന്ന ആ ഒരു പാട്ടുകാരനെ ഇതുവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ബേഡനെ കുറിച്ച്, ബേഡൻ ചെയ്ത പീഡന മുറകളെ കുറിച്ചിട്ട് ഒരുപാട് യുവതികൾ വന്ന് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പരാതി ഇങ്ങനെയാണ്: തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവന് ബേഡൻ എന്നുള്ളൊരു പേര് വന്നത്. എന്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവന്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പിൽസും കനാബിസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത്. ബ്ലീഡ് ചെയ്യിപ്പിച്ച കഥയാണ്. സെക്ഷൽ അത് ഭീകരമായിട്ടുള്ള സെക്ഷൽ ആക്ടിന്റെ ഭാഗമായിട്ട് ബ്ലീഡിങ്ങിലേക്ക് എത്തി എന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത്. അതും സ്ലീപ്പിംഗ് പിൽസും ചില മയക്കുമരുന്നുകൾ കഴിച്ചിട്ടാണ് രണ്ടുപേരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് ആ പെൺകുട്ടി എന്നെ സമ്മതിക്കുന്നുണ്ട്. ശരി, അത് പെൺകുട്ടി സമ്മതിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ അങ്ങനെ ഏർപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ രണ്ടുപേരുടെ ഉഭയസമ്മതത്തോടുകൂടിയായിരുന്നു രണ്ടുപേരും ബന്ധപ്പെട്ടതെന്നർത്ഥം. അങ്ങനെ ഉഭയസമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു ലൈംഗിക വീഴ്ച ബലാത്സംഗമായി മാറുന്നത് എപ്പോഴാണ് എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. വറബി ഇങ്ങനെയൊക്കെ ബേഡനെതിരെ വലിയ വലിയ ആരോപണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്ന ഈ സമയത്ത് ബേഡനെ എവിടെയും നമുക്ക് പിടിച്ചു കിട്ടുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ബേഡന്റെ കാമുകിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ വരുന്നു: ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള ബേഡൻ കാമുകിയുമൊത്ത് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ. എന്റെ സുഹൃത്തുക്കളെ, ബേഡൻ എവിടെ ഒളിവിൽ പോയി എന്നാ പറയുന്നത്? എത്ര നല്ല ആഭ്യന്തര വകുപ്പ്, എത്ര നല്ല പോലീസ് സംവിധാനം എന്നാണ് ഒരു ചോദ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കർമ്മ ന്യൂസിൻ്റെതാണ് ഈ ഒരു ചോദ്യം. ബേഡൻ എവിടെയും പോയിട്ടില്ല, ബേഡൻ കേരളത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ടും ബേഡനെ പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ പല ആളുകളും, ഒരുപക്ഷെ ബേഡനെ എതിർക്കുന്ന പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബേഡൻ ആ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ആ ഒരു സമയം ആയിട്ട് പോലും അതിഭീകരമായിട്ട് തന്നെ ഇങ്ങനെ സെക്ഷലി അസോൾട്ട് ചെയ്തിട്ടുണ്ട്, തന്നെ ബ്ലീഡ് ചെയ്യിച്ചിട്ടുണ്ട്. 1, 2, 3 തവണ എന്നല്ല, ഒരുപാട് തവണ ലൈംഗികമായിട്ട് തന്നെ അപാരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി വന്ന് പറയുമ്പോഴും ബേഡന്റെ കാമുകിക്ക് ബേഡനോടൊപ്പം നിൽക്കാൻ തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. ഒന്നെങ്കിൽ ബേഡനിൽ നിന്ന് കൃത്യമായിട്ടുള്ള കൺഫെഷൻ പെൺകുട്ടിക്ക് വന്നിരിക്കും, കാമുകിക്ക് വന്നിരിക്കും. അല്ലെങ്കിൽ കൺഫെഷൻ അല്ല, ബേഡൻ എന്തെന്ന് കൃത്യമായിട്ടും കാമുകിക്ക് അറിയാമായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ഒരു പക്ഷേ ഒരു തരത്തിലെങ്കിലും ആ കാമുകി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും, അവർക്കത് ബോധ്യമായിട്ടുണ്ടായിരിക്കാം. അല്ലാതെ ആ ഒരു കാമുകി ഈ ഒരു സമയത്തും ബേഡനൊപ്പം ചേരുകയും ബേഡനൊപ്പം നിന്നിട്ട് ഈ ഒരു കേക്ക് മുറിക്കാൻ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പരിപാടിക്ക് നിൽക്കില്ല എന്നുള്ളത് കാര്യം വ്യക്തമാണ്. ഇനിയും എൻ്റെ സംശയങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ, ബേഡനുള്ള കേക്കാണെങ്കിൽ കൃത്യമായിട്ടും അത് വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ, പ്രചരിപ്പിക്കാൻ, ഈ പെൺകുട്ടി അവിടേക്ക് എത്താൻ ഒരുപക്ഷെ ബേഡൻ ആരാണെന്നും ബേഡന്റെ കാമുകി ആരാണെന്നും കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും ആളുകൾക്ക് അറിയാം. അപ്പൊ ഈ പെൺകുട്ടി പോകുന്ന ഇടത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാൽ, പെൺകുട്ടി എവിടേക്ക് പോയെന്ന് അന്വേഷണം വ്യാപിപ്പിച്ചാൽ, ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയെ പിടിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് ബേഡന്റെ താമസ സ്ഥലത്തേക്ക്, ബേഡൻ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നു പറയുന്ന ആ ഒരു താമസ സ്ഥലത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഇതിന് വലിയ പോലീസ് ബുദ്ധിയൊന്നും വേണ്ട. ഒരു പോലീസ് ബുദ്ധിയുടെ ആവശ്യം ഇതിനില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് എന്നിട്ടും ബേഡനെ പിടിക്കാത്തത്? ഒന്നും വേണ്ട, ഇങ്ങനത്തെ ഒരു കേക്ക് ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ആളുകളില്ലേ, അറിയില്ലേ? ഈ മനുഷ്യ 24 മണിക്കൂർ മുഴുവൻ ആ വീട്ടിനുള്ളിൽ മാത്രം ഒളിച്ചു പതുങ്ങി ജീവിക്കുക എന്ന് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേഷം മാറിയിട്ടും മറ്റൊക്കെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പറയുന്നു, എനിക്കത് വ്യക്തമല്ല. സംഗതി വളരെ സിമ്പിളാണ്.
വേടന്റെ കാമുകി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം, പോലീസ് സേനയ്ക്ക് അറിയാം. ആ കാമുകിയെ പിടിച്ച് ചോദ്യം ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ വേടന്റെ ഇരിപ്പിടം, വേടൻ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ഇടം. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും വേടന്റെ കൂട്ടാളികളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, വേടനൊപ്പമുള്ളവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ വളരെ ഈസി ആയിട്ട് വേടന്റെ മുമ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ അതിഭീകരമായ ഒരു ബലാത്സംഗ കേസ് നിലനിന്നിട്ടും വേടന് പിടിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ആരൊക്കെയാണ് വേടനെ സഹായിക്കുന്നത്? കൃത്യമായിട്ട് പറയാം. തൃശ്ശൂരിലെ ചില ആളുകൾക്കൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ബന്ധം വേടനുമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാർ കൊടുത്ത ഒരു അവാർഡ് ഏറ്റുവാങ്ങിക്കുമ്പോൾ തൃശ്ശൂരുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് അപാരമായിട്ട് പൊക്കി പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഏട്ടൻ എന്നൊക്കെ പേര് വിളിച്ചിട്ടാണ് വേടൻ അഭിസംബോധന ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന് ഇദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതത്തെ കുറിച്ച് അറിയാൻ സാധ്യതയില്ലേ? ഒന്നും വേണ്ടെന്നേ. ഇനിയിപ്പോ നമ്മളിപ്പോൾ ഭരിക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ, ഈ ഗവൺമെന്റിന്റെ വാർഷിക ദിനത്തിലേക്കാണ് വേടൻ കഞ്ചാവ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് പാട്ട് പാടാൻ വേണ്ടി അനുവാദം കൊടുത്തത്. അപ്പോൾ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത്? വേടൻ എങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ്? വേടൻ ഇപ്പോൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരൊക്കെയാണ് കുടുങ്ങുന്നത്? ആരുടെയൊക്കെ ബിനാമിയാണ് വേടൻ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളിലേക്ക് വേടന്റെ ഈ തിരോധാനവും ഈ കാണാതാവലും, ഒപ്പം തന്നെ ഒരു മടിയും കൂടാതെ ഇതാ കേക്ക് മുറിച്ച് ആഘോഷം ചെയ്ത് ആ ആഘോഷിക്കുന്ന സീനുകളെല്ലാം സ്റ്റാറ്റസ് ഇടണമെങ്കിൽ എന്ത് ധൈര്യമാണ്? ആ ധൈര്യത്തെ ഒരു വെല്ലുവിളി നമുക്ക് പറയേണ്ടി വരില്ലേ? ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ ജനതയാണോ? അദ്ദേഹത്തിന്റെ പുസ്തകം പഠിക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണോ? അദ്ദേഹത്തിന്റെ ആ കവിത പഠിപ്പിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ ഒരു അധ്യാപക സമൂഹത്തെയാണോ? ഇനി അത് മാത്രമല്ല, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതോ സംരക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്ന നമ്മുടെ പോലീസ് സേനയാണോ? അതോ നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെയാണോ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിടിക്ക്, ചുണയുണ്ടാക്കി പിടിക്ക്, നട്ടലുണ്ടാക്കി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മുടെ കേരള ഗവൺമെന്റ് തയ്യാറാണോ? പോലീസ് സേന തയ്യാറാണോ? ഒരു ഉത്തരം കിട്ടണ്ടേ? ഒരുപക്ഷെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ അങ്ങനെ കൂടി വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാളുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള പ്രണയത്തിലേക്ക് വേടൻ പോയിരുന്നു. ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് രണ്ടുപേർ തമ്മിൽ അവരുടെ ശരീരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇഷ്ടമുള്ള സമയത്ത് രണ്ടുപേരും ആ ശരീരങ്ങൾ പങ്കുവച്ചിരുന്നു. ഒരു 3 വർഷത്തിന് ശേഷം ആ ഇഷ്ടത്തിന് എവിടെയോ തടസ്സം നേരിടുന്നു, രണ്ടുപേരും പിരിയുന്നു. ഒരിക്കൽ ഇഷ്ടമുള്ള സമയത്ത് പങ്കുവെച്ച ശരീരങ്ങൾ അല്ലെങ്കിൽ ആ സമയത്തെ ഇമോഷനുകളെല്ലാം അവർക്കൊരു ട്രോമയായിട്ട് മാറുന്നു. ഇപ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുന്നു. അതെനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതെങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇഷ്ടമുള്ള സമയത്ത് പങ്കുവെച്ച ശരീരങ്ങളെല്ലാം ഇഷ്ടമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു പരാതിയുമായിട്ട് വരുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അത് നിയമത്തിന് മുമ്പ് പോലും നിലനിൽക്കാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ വേടൻ ഇങ്ങനെ കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൊതു സമൂഹത്തിലെ ഒരു വലിയ വിഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സംഘികൾക്കെതിരെ ശക്തമായിട്ട് പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട് വേടൻ. അങ്ങനെയാണെങ്കിൽ ഈ കേസുകൾക്കെല്ലാം പുറകിൽ സംഘികളും ആയിരിക്കാം. അസംഷൻസ് ആണ്, തോന്നലുകളാണ്. നിങ്ങൾ ഉത്തരങ്ങൾ എന്തായിരിക്കാം? ബൈ.